ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവരാജൻ നോണൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അച്ഛന് മരുന്ന് കൊടുക്കാൻ നേരത്ത് ഇവൻ വന്നിട്ട് ഇവൻ എന്നോട് പറയാണ് മുത്തശ്ശനെ കൊല്ലാൻ നോക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഇവൻ എന്നെ അടിച്ച് പുറത്താക്കി ഗായത്രി എന്നൊക്കെ പറയാണ് കേട്ടോ. അന്നേരം നടന്നതൊക്കെ ശരിക്കും പറയുന്നുണ്ട് കേട്ടോ നരയൻ. കാരണം ഗായത്രി പറയുന്നുണ്ട് നരയന് പറയാനുള്ളതും കൂടെ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നരയൻ വന്നിട്ട് പറയുകയാണ് എൻ്റെ മുത്തശ്ശനെ കൊല്ലാൻ നോക്കി ഇവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ഗായത്രിക്ക് മനസ്സിലാവാണേ. അപ്പോൾ ഗായത്രി ആണെന്നുണ്ടെങ്കിൽ പറയുകയാണ് എന്തായാലും ഞാൻ തരാം ഇതിനുള്ള മറുപടി എന്ന് പറയുകയാണ്. അങ്ങനെ അയാളുടെ മുഖത്തൊരൊറ്റ അടി അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നതിൽ പോകുമ്പോൾ ഇതും കൂടി കൊണ്ടുപോയിക്കോളാൻ പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ എന്തേ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മതിയായി അമ്മേ, എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് കാറിൽ കയറിയിട്ട് ശിവരാജൻ പോകാൻ പോകുമ്പോഴേക്കും ആ കാറിൻ്റെ കീ നരയൻ വാങ്ങിച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എടുത്തിരിക്കുന്ന മുണ്ടും അടിയിലിട്ടിരിക്കുന്ന കളസം വരെ ഇവിടുത്തെ കാശ് കൊണ്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഈ കാർ ഉപയോഗിച്ച് തൽക്കാലം പോകണ്ട, ഇട്ടിരിക്കുന്ന വസ്ത്രം എടുത്തിട്ട് പൊക്കോളാൻ പറയുകയാണ്. പിന്നെ നരയൻ ചെന്നിട്ട് തൊട്ടടുത്ത് തന്നെ അവരുടെ വീടിന് മുകളിൽ നിന്നാൽ കാണാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വീട് കാണിക്കുന്നുണ്ട്. ആ വീട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു നരയൻ പ്രണയത്തിലായിരുന്നത്. അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വേദനയോടെ നിൽക്കുന്ന സമയത്ത് ഗായത്രി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അച്ഛൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ ഗായത്രിയോടും മുത്തശ്ശിനോടും പുറത്തേക്ക് നിൽക്കി എനിക്ക് ഇവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ശിവരാജൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. പണ്ട് ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ് അവൻ. പണം കാണുമ്പോൾ തന്നെ അവൻ്റെ കണ്ണ് മഞ്ഞളിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. പക്ഷേ എൻ്റെ മകളുടെ മനസ്സ് അവൻ കട്ടെടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് സമ്മതിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ഗായത്രീനെ ശിവരാജൻ. പക്ഷേ എപ്പോഴും സ്വത്ത് പണം മാത്രമാണ് അയാൾക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ഇതിലെല്ലാം എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകളുടെ ഭർത്താവ്, അതായത് നിൻ്റെ അച്ഛനാണ്. പക്ഷേ ആ സാധുവിന് അധികം ആയുസ് കൊടുത്തില്ല. പിന്നെ ഞാൻ കാത്തിരുന്നു നീ വലുതാവോളം. എന്നിട്ട് എന്തായി? നീ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും സാധിച്ചോ? ഏതോ ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞ് നീ നിൻ്റെ ജീവിതം നശിപ്പിക്കല്ലേ? അവൻ്റെ ഒരു നഷ്ടപ്രണയത്തെ ഓർത്ത് നിൽക്കുന്നതുകൊണ്ടല്ലേ എനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നത്, മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടി വന്നത്. ഇനി വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം, നിനക്കിതിനൊന്നും താല്പര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഗുളിക തരാതെ അവൻ എന്നെ കൊല്ലാൻ നോക്കി. ഇനി ഏൽപ്പിക്കുന്ന ആൾ ചിലപ്പോൾ എൻ്റെ കഴുത്ത് തന്നെ അറുത്തെടുത്തുനിന്ന് വരാം. പക്ഷേ എങ്കിലും എനിക്കിത് ചെയ്തേ പറ്റൂ. കാരണം ആ കമ്പനികളും കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടേ. നീ കാരണം ഈ വീട് മുഴുവനും വേദനയ്ക്കാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളുമാണ് ജോലിയില്ലാതെ നിൽക്കുന്നത്. ഒക്കെ നീ കാരണമാണ്, നിൻ്റെ ഒരു പ്രണയം കാരണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനെ എഴുന്നേൽക്കുമ്പോൾ വീഴാൻ പോകുമ്പോഴേക്ക് പിടിക്കാൻ ചെല്ലു. വേണ്ട, എന്നെ പിടിക്കേണ്ട, നീ ഇപ്പം പിടിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഒരു സഹായം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. അതെന്തായാലും നിന്നിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനിങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും അതുപോലെ തന്നെ ഗായത്രി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നരയൻ ആകെ ടെൻഷനും വിഷമത്തിലും അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗംഗയും വിനീതും ബേബിച്ചേട്ടനും അതുപോലെ സലീമൊക്കെ കൂടിയിട്ട് കടപ്പുറത്ത് നടക്കാനായിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ കുറേ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശംഖ് പോലത്തെ സംഭവം കിട്ടിയിട്ട് ചുവട്ടിൽ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ വിനീതിനോട് ഇത് ചുവട്ടിൽ വെച്ച് നോക്കാൻ പറയുമ്പോൾ വിനീത് ചുവട്ടിൽ വെച്ചിട്ട് ചോദിക്കുകയാണ് ഗംഗ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ, കടലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറയും. എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയിട്ട് അതിൽ ശ്രദ്ധിച്ച് നോക്കുക, അപ്പോൾ ഒരു പാട്ട് കേൾക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ വിനീത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ കുറച്ചും കൂടെ അടുത്ത് നിൽക്കുകയും ചെറിയൊരു പ്രണയം അങ്ങനെയുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വീക്കിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് നമ്മളെ ഗംഗയും അതുപോലെ തന്നെ വിനീതിൻ്റെയും കുറേ അപകടങ്ങളിൽ പെടുകയാണ്. അപകടം എന്ന് വെച്ചാൽ അവരെ വണ്ടി ഓടാൻ പറ്റാതെ അവർ ഉന്തിക്കൊണ്ട് വരുന്നതും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കടപ്പുറത്ത് വെച്ചിട്ട് കുറച്ച് അപകടങ്ങളിലൊക്കെ അവർ ചെന്ന് പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സുജാതരെ സ്വത്ത് മോഹിച്ചിട്ടാണ് ഗീതയും ഭർത്താവും അവിടെ നിൽക്കുന്നതെന്ന് സുജാതയ്ക്ക് മനസ്സിലായി. സുജാത പറയുന്നുണ്ട് സുജാതരെ ഒരു തരി സ്വത്തോ പണമോ മണ്ണോ മോഹിച്ചിവിടെ ഒരാൾ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതനെ വിളിക്കുകയാണ്. അന്നേരം ഗീതയുടെ ഭർത്താവ് അങ്ങനെ വാക്കത്തിയൊക്കെ എടുത്തിട്ട് സുജാതനെ വെട്ടാനായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ഗീത പിടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നരയനെയാണ് കേട്ടോ. നരയനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലൊക്കെ മുത്തശ്ശിനോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജയപാലനാണെന്നുണ്ടെങ്കിൽ കാവേരിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നൊക്കെയുണ്ട്. കാവേരി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു കാര്യത്തിന് തീരുമാനം എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് നിവിനോടൊപ്പം.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാവേരി തോട്ടത്തിൽ ഇങ്ങനെ ഇരുട്ടത്ത് തോട്ടത്തിൽ കൂടെ ഇങ്ങനെ ഓടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതെന്തോ സ്വപ്നം കാണുന്നതാണോ ഇനി വേറെ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് പെടുന്നതാണോ എന്ന് അറിയില്ല. അതുപോലെ തന്നെ ശിവരാജനാണെന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന് കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ അടുത്ത്. ഇത് കണ്ടിട്ട് നരേൻ വരുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലും പ്രമോലും വന്നിട്ടുള്ളത്. ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡ് വന്നപ്പോൾ ഒരുപാട് വൈകിട്ടാണ് വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.